ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ദൈവം ശത്രുവിനോടെന്നതുപോലെ എന്നോട് പെരുമാറി. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ രോഗം മാറാൻ പ്രാർത്ഥിച്ചു. എന്റെ രോഗം മാറിയില്ലെന്ന് മാത്രമല്ല, രോഗം മൂർച്ഛിക്കുന്നു. അപ്പോഴും ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. അതാണ് രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തിന്റെ ശൈലി. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾ കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറയുന്നു, ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. നായ്ക്കുള്ളൂ തായോ. ദൈവം പോലും ശത്രുപക്ഷത്ത് നിൽക്കാൻ തോന്നിപ്പോകുന്ന നേരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത്തരം നേരങ്ങളുണ്ടാകും. കർത്താവ് എനിക്ക് എതിരാണോ എന്ന് തോന്നിപ്പോകുന്ന നേരം ഉണ്ടാകും. അത്തരം നേരങ്ങളിലും മറ്റെങ്ങോട്ടും മാറാതെ കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കണം. അമ്മ കൊച്ചിനെ തല്ലുമ്പോ കൊച്ചു വീണ്ടും അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കർത്താവിനെ ചേർത്ത് പിടിക്കണം. അത് വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുന്ന നേരമാണ്. അതിനപ്പുറത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. എന്നെ